ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബേസിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമയായ പൊന്മാൻ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് പള്ളിമതിലിൽ പാർട്ടിക്കാർ ഒട്ടിച്ച പോസ്റ്റർ പള്ളിയിലെ കപ്പ്യാരി കീറിക്കളയുന്നതും കാണിച്ചുകൊണ്ടാണ്. കപ്പ്യാരി പോസ്റ്റർ കീറുന്നതും നോക്കി ആ ഇടവകയിലുള്ള കുറച്ചു പേർ കപ്പ്യാരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുമുണ്ട്. എന്നാൽ അവരാരും അവിടെയുള്ള ഒരു പോസ്റ്ററിൽ പോലും തൊടുന്നുമില്ല. കാരണം ആ പോസ്റ്റർ ഒട്ടിച്ചത് ടെറർ ബ്രൂണോ ആയിരുന്നു. കപ്പ്യാരി പാർട്ടിയുടെ പോസ്റ്റർ കീറുന്നതറിഞ്ഞ് ആ പോസ്റ്റർ ഒട്ടിച്ച ബ്രൂണോ അവിടെ എത്തി. വന്ന പാടെ തന്നെ ബ്രൂണോ ആരാടാ ഞങ്ങളുടെ പാർട്ടിയുടെ പോസ്റ്റർ കീറുന്നതെന്നും ചോദിച്ച് കപ്പ്യാരുടെ കർണക്കുറ്റിക്കിട്ട് ഒരു അടിയും കൊടുത്ത് കപ്പ്യാരെ ചവിട്ടി താഴെയും ഇട്ടു. അത് കണ്ട് അവിടെ കൂടി നിന്നവർ ഒരു തരത്തിൽ ബ്രൂണോയെ പറഞ്ഞു സമാധാനിപ്പിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ബ്രൂണോയുടെ പെങ്ങൾ സ്റ്റെഫിയെ പെണ്ണു കാണാൻ ഒരു കൂട്ടർ വന്നതായി കാണിക്കുന്നു. അവർ ശരിക്കും പെണ്ണു കാണാൻ വന്നതായിരുന്നില്ല, കച്ചവടം ഉറപ്പിക്കാൻ വന്നവരായിരുന്നു. അതായത് 25 പവന് കച്ചവടവും ഉറപ്പിച്ച് നോമ്പിന് മുമ്പ് കച്ചവടം നടത്തണം, കല്യാണം നടത്തണം എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോയി. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ബ്രൂണോ പോസ്റ്റർ കീറിയ കപ്പ്യാരി തല്ലിയതിന്റെ പേരിൽ പള്ളിയിലച്ചനെ കാണാൻ വന്നതായി കാണിക്കുന്നു. പള്ളിയിലച്ചൻ ബ്രൂണോയോട്, ബ്രൂണോ ഇതൊരു മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, അതിവിടെ പറഞ്ഞ പ്രശ്നം ഇടവകയിൽ ഒതുങ്ങിത്തീരും. അതിന് ബ്രൂണോ, ഞാൻ മാപ്പ് പറയില്ലച്ചോ, പാർട്ടിയുടെ പോസ്റ്ററിൽ തൊട്ടിട്ട് അവൻ അത്രയല്ലേ പറ്റുള്ളൂ, ഇങ്ങനെ തീർന്നത് അവന്റെ ഭാഗ്യം. അത് കേട്ടുകൊണ്ടിരുന്ന കപ്പ്യാര്, അച്ചോ ഇത് എനിക്ക് നേരെയുള്ള അടിയല്ലച്ചോ, ഇത് നമ്മുടെ സഭയ്ക്ക് നേരെയുള്ള അടിയാണ്, അതിനാൽ ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല, ഇത് ഞാൻ ഉറപ്പായും കേസാക്കും. അതിന് ബ്രൂണോ, താൻ കൊണ്ട് കേസ് കുററോ, ഇത് പാർട്ടിയുടെ പോസ്റ്റർ കീറിയ കേസല്ലേ, കേസ് പാർട്ടിക്കാര് നോക്കിക്കോളും. അതിന് പള്ളിയിലച്ചൻ, എടാ ബ്രൂണോ നിനക്കിത്ര അഹങ്കാരം പാടില്ല, ഒന്നുമില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണം അടുത്തിരിക്കുകയാണെന്ന് ഓർക്കണം, വള്ളക്കാരെയും പള്ളിക്കാരെയും നീ വെറുപ്പിക്കരുത്, അവരൊഴിഞ്ഞാൽ അറിയാലോ നിനക്ക്. അതിന് ബ്രൂണോ, അതൊക്കെ അങ്ങ് നടന്നോളും അച്ചോ, പള്ളിക്കാരൊഴിഞ്ഞ ഒരുപാട് കല്യാണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ബ്രൂണോ അവിടെ നിന്നും പോകുന്നു. നമ്മുടെ ഈ ബ്രൂണോ ആണെങ്കിൽ പാർട്ടിയാണ് തന്റെ ചോര, തന്റെ എല്ലാം പാർട്ടി തന്നെയാണ് എന്നും പറഞ്ഞ് ഒരു ജോലിക്കും പോകാതെ 24 മണിക്കൂറും പാർട്ടിയുടെ പുറകെയായിരുന്നു. അങ്ങനെ സീൻ കട്ടായി ബ്രൂണോയുടെ അമ്മ ആഗ്നസിനെ കാണിക്കുന്നു. ബ്രൂണോയുടെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു പോയതാണ്. ബ്രൂണോ പണിക്കൊന്നും പോകാതെ പാർട്ടിയുടെ പുറകെ നടക്കുന്നതിനാൽ തന്നെ അമ്മ ആഗ്നസ് ജോലിക്ക് പോയി കിട്ടുന്ന പൈസ വെച്ചാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത്. മാത്രവുമല്ല അവർ താമസിച്ചിരുന്നത് ഒരു വാടക വീട്ടിലുമായിരുന്നു. അതിനാൽ തന്നെ 25 പവൻ എന്നത് അവർക്കൊരു സ്വപ്ന തുല്യമായിരുന്നു. എന്നിട്ടും എന്തു ധൈര്യത്തിലാണ് അമ്മ ആഗ്നസ് 25 പവൻ കൊടുക്കാമെന്ന് സമ്മതിച്ചതെന്നല്ലേ. അതായത് ബ്രൂണോയുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ആ നാട്ടിലുണ്ടായിരുന്ന ധാരാളം പേരെ സഹായിച്ചിട്ടുണ്ട്. മാത്രവുമല്ല മകൻ ബ്രൂണോ 24 മണിക്കൂറും പാർട്ടിയുടെ കൂടെ നടക്കുന്നതിനാൽ പാർട്ടിക്കാരും എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ആ ഒറ്റ ധൈര്യത്തിലാണ് ആഗ്നസ് അമ്മ 25 പവൻ കൊടുക്കാമെന്ന് സമ്മതിച്ചത്. എങ്കിലും അതിലൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്തെന്നാൽ കല്യാണപ്പിരിവ് കല്യാണത്തിന്റെ അന്നല്ലേ കിട്ടൂ, എന്നാൽ കല്യാണത്തിനിടാൻ സ്വർണം വേണമല്ലോ. അതിനാൽ തന്നെ അറിയാവുന്നവരോടെല്ലാം കല്യാണത്തിന്റെ അന്നിടാൻ സ്വർണം തരാമോ, കല്യാണം കഴിഞ്ഞുവിടാൻ തിരികെ തരാമെന്നും പറഞ്ഞ് ചോദിച്ചെങ്കിലും എവിടെ നിന്നും സ്വർണം കിട്ടിയതുമില്ല. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ പാർട്ടി ഓഫീസിൽ വെച്ച് ബ്രൂണോ കപ്പ്യാരെ തല്ലിയതിന്റെ മീറ്റിംഗ് നടക്കുന്നതായി കാണിക്കുന്നു. പാർട്ടിയുടെ തീരുമാനം എന്തായിരുന്നെന്നാൽ പാർട്ടിയുടെ പേരും പറഞ്ഞ് ഓരോരുത്തന്മാർ ഓരോ പ്രശ്നം ഉണ്ടാക്കി വെക്കുമ്പോൾ ഓർത്തോണം, നാളെ ഇടവകയിലും കടപ്പുറത്തും പോയി വോട്ട് ചോദിക്കേണ്ടതാണെന്ന്. അതിനാൽ ഈ കാര്യത്തിൽ പാർട്ടിയുടെ യാതൊരു പിന്തുണയും ഉണ്ടാകില്ല എന്നായിരുന്നു പാർട്ടിയുടെ തീരുമാനം. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ബ്രൂണോയോട് പറഞ്ഞു, നീ ആ കപ്പ്യാരെ തല്ലിയതിൽ കപ്പ്യാർ കൊണ്ട് കേസ് കൊടുത്തു. അതിന് ബ്രൂണോ, അതിനെന്താ, കേസ് പാർട്ടി നടത്തണം. അതിന് സെക്രട്ടറി, പള്ളിക്കെതിരെ കേസ് നടത്താനോ, ഇത് വധശ്രമമാണ് വകുപ്പ്. അതിന് ബ്രൂണോ, അതിന് ഞാനിത് പാർട്ടിക്ക് വേണ്ടി ചെയ്തതല്ലേ സഖാവേ. അത് കേട്ട സെക്രട്ടറി, പാർട്ടിക്ക് വേണ്ടിയോ, അയാളുടെ തലയടിച്ചു പൊട്ടിക്കാൻ പാർട്ടി നിന്നോട് പറഞ്ഞോ, അതും പോട്ടെ, പള്ളിക്കാർ നിന്നെ കോംപ്രമൈസിന് വിളിച്ചത് നീ പാർട്ടിയോട് പറഞ്ഞോ. അതിന് ബ്രൂണോ, സഖാവേ എന്റെ പെങ്ങളുടെ കല്യാണം അടുത്തിരിക്കുകയാണ്, നമുക്ക് ഇതിനി എന്ത് ചെയ്യാൻ പറ്റും. അതിന് സെക്രട്ടറി, എടാ ഇത്തവണ ഒരു പരിപാടിയും നടക്കില്ല, ഒന്നാമത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്, അതിനാൽ ഈ പ്രശ്നം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും എന്ന് പാർട്ടിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അതിനാൽ നിന്നെ അടുപ്പിക്കണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. തൽക്കാലം നീ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം, അതല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല. അതിന് ബ്രൂണോ, മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ എവിടെ പോകാനാണ്. അതിന് സെക്രട്ടറി, നമുക്കൊരു വകുപ്പുണ്ടാക്കാടാ എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ടൗണിലുള്ള ഒരു ലോഡ്ജിലെ പാർട്ടിയുടെ പേരിലുള്ള റൂമിൽ ബ്രൂണോ വന്നതായി കാണിക്കുന്നു. ആ റൂമിൽ ബ്രൂണോയെ കൂടാതെ ശർമ്മ, മർദ എന്ന 2 പേര് കൂടി ഉണ്ടായിരുന്നു. ബ്രൂണോയുടെ കഥയറിഞ്ഞ മർദ തന്റെ കൂടെയുള്ള ശർമ്മയോട്, അളിയ
അളിയ പണി പാളിയിരിക്കുകയാണ്. കപ്പ്യാരെ തല്ലിയ കേസിൽ ബ്രൂണോയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. ഇതിൽ പ്രശ്നം എന്തെന്നാൽ അവന്റെ പെങ്ങളുടെ കല്യാണമാണ്. 25 പവൻ കൊടുക്കാമെന്നാണ് അവൻ ഏറ്റിരിക്കുന്നത്. അവരുടെ കയ്യിലാണെങ്കിൽ ആകെ കുറച്ച് കാശേ ഉള്ളൂ. ബാക്കി നമ്മൾ ഒപ്പിക്കണം അളിയ. അത് കേട്ട ശർമ്മ നമ്മളോ? നമ്മൾ എന്തിനാണ് അവന് കാശ് ഒപ്പിച്ചു കൊടുക്കുന്നത്? അതിന് മറുത അളിയ, അവന്റെ നാട്ടിൽ ധാരാളം ആൾക്കാരുണ്ട്. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് 25 ഒരു 40 പവൻ മേടിക്കാനുള്ള പിരിവെങ്കിലും കിട്ടും. പക്ഷേ തലേദിവസം ഇട്ട് നിൽക്കാൻ പൊന്നു വേണം. അതാണ് ഒരു പ്രശ്നം. നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു പെണ്ണിന്റെ ജീവിതമല്ലേടാ. പോരാത്തതിന് അവനൊരു സഖാവല്ലേ. ഒന്ന് സഹായിക്കളിയാം. ഒന്നുമില്ലെങ്കിലും 2 സെന്റ് വർത്തമാനം കേട്ടാൽ നമ്മൾ ആണുങ്ങളുടെ മനസ്സങ്ങലിയും. അതുപോലെ തന്നെ ശർമ്മയുടെ മനസ്സും അലിഞ്ഞു. അങ്ങനെ ശർമ്മ തന്റെ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കുറച്ച് ഫോൺ ചെയ്തു. എന്തായാലും ബ്രൂണോയുടെ പെങ്ങൾ സ്റ്റെപ്പിക്ക് കല്യാണത്തലേ നിട്ടുകൊണ്ട് നിൽക്കാൻ 25 പവനും ശർമ്മ സെറ്റാക്കി. ശർമ്മ ബ്രൂണോയോട് പറഞ്ഞു, ബ്രൂണോ, ആ പായ്ക്കാട് റോഡിലുള്ള അംബുജൻ ജ്വല്ലറിയിൽ നാളെ നിന്റെ പെങ്ങളോട് ചെന്നിട്ട് ആവശ്യത്തിനുള്ള സ്വർണം സെലക്ട് ചെയ്ത് ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യാൻ പറയണം. അവരാ സ്വർണം മാറ്റിവെച്ചോളും. പിന്നെ നാളെ അജേഷ് എന്ന് പേരുള്ള ഒരു പയ്യൻ വരും. ആ ജ്വല്ലറിയുടെ ആളാണ്. അവരാ സ്വർണം കൊണ്ടുതരും. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ശർമ്മ പറഞ്ഞ അജേഷ് വന്നതായി കാണിക്കുന്നു. അവരെല്ലാവരും ഒരു ബാറിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഈ അജേഷ് ആണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. അവർ 3 പേരും ഓരോന്നടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അജേഷ് 3 എണ്ണം അടിച്ചു. അതെല്ലാം കണ്ട് അവരുടെ 3 പേരുടെയും കിളി പോയി. ശർമ്മ അജേഷിനോട് ചോദിച്ചു, അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അത് ഞങ്ങളിപ്പോൾ ജ്വല്ലറിയിൽ കൊടുക്കണോ? അതിന് അജേഷ്, നയാ പൈസ ജ്വല്ലറിയിൽ കൊടുക്കേണ്ട. നമ്മുടെ ഇടപാട് ജ്വല്ലറിയുമായിട്ടല്ല. ജ്വല്ലറിയിൽ നിന്നും സ്വർണം എടുക്കുന്നത് ഞാനാണ്. അതായത് 25 പവൻ. അതും രൊക്കം കാശ് കൊടുത്ത് ഞാനാണ് എടുത്തിരിക്കുന്നത്. ഈ കല്യാണത്തലേന്ന് നമ്മുടെ ഈ കൊല്ലത്ത് നടക്കുന്നത് പോലെയുള്ള പിരിവ് ഒരിടത്തും നടക്കുന്നില്ല. നമ്മൾ ആരുടെയൊക്കെ കല്യാണത്തിന് 500 കൊടുത്തിട്ടുണ്ടോ അവരെല്ലാവരും നമുക്ക് 600 തിരിച്ചു തരണം. അതാണല്ലോ സാധാരണ നടക്കാറ്. അത് കേട്ട ശർമ്മ, അതൊരു അലമ്പ് പരിപാടിയല്ലേ ഈ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നത്? അതിന് അജേഷ്, എന്ത് അലമ്പ് ശർമ്മേ? ഈ കാശെന്ന് പറയുന്നത് അത്ര മോശം കാര്യമാണോ? നമ്മുടെയൊക്കെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ഈ ക്യാഷ് ആണ്. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബ്രൂണോ പറഞ്ഞു, തെണ്ടാൻ പോകുന്നതാണ് ഇതിലും ഭേദം. അതിന് അജേഷ്, പെങ്ങളുടെ കല്യാണം വരുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, സ്വന്തം കല്യാണം വരുമ്പോൾ അതങ്ങ് മാറിക്കോളും. അത് കേട്ട് സീൻ വഷളാകുമെന്ന് കരുതി ശർമ്മ വേഗം, അല്ല ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിന് അജേഷ്, നിങ്ങളൊന്നും ചെയ്യേണ്ട, ബാക്കി അജേഷ് നോക്കിക്കോളാം. കല്യാണത്തലേന്ന് ഒരു 3 മണിയാകുമ്പോൾ സ്വർണം ഞാൻ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും. പിറ്റേ ദിവസത്തെ പാർട്ടി ഒരു 8:30 ആകുമ്പോൾ തീർക്കണം. പിന്നെ അതുവരെ പിരിച്ചു കിട്ടിയ കാശെല്ലാം കൂട്ടി നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനുള്ള സ്വർണം ഞാൻ അങ്ങ് തിരിച്ചെടുക്കും. ഇതിനെല്ലാം എഗ്രിമെന്റ് ഉണ്ടാകും. ഓക്കെ ആണോ? അങ്ങനെ അവർ ആ ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ സ്റ്റെഫിയുടെ കല്യാണത്തലേന്ന് കാണിക്കുന്നു. അജേഷ് പറഞ്ഞതുപോലെ തന്നെ 25 പവനും അവിടെ എത്തിച്ചു. ഒപ്പം എഗ്രിമെന്റും. അതായത് പിരിച്ചു കിട്ടുന്ന പൈസയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൊന്ന് തിരികെ എടുക്കുമെന്നുള്ള എഗ്രിമെന്റ്. അജേഷ് ബ്രൂണോയുടെ അമ്മയോടും അവരോടെല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ കല്യാണവും കഴിഞ്ഞ് വൈകുന്നേരം ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെയും കാണിച്ച് പരമാവധി ഒരു 9 മണി ആകുമ്പോഴേക്കും കാശും തിട്ടപ്പെടുത്തി കണക്കും തീർത്ത് എനിക്ക് പോകണം. അങ്ങനെ അവരെ കല്യാണാഘോഷം തുടങ്ങി. കുറച്ചിപ്പുറത്ത് മാറി അജേഷും ഗ്യാങ്ങും അവരുടെ പാർട്ടിയും തുടങ്ങി. അജേഷ് ഒരു കറതീർന്ന കള്ളടിക്കാരനാണെന്ന് അജേഷിനെ ആദ്യം കാണിച്ചപ്പോൾ തന്നെ തെളിയിച്ചതാണല്ലോ. അതെന്തായാലും അജേഷ് ഇവിടെയും തെറ്റിച്ചില്ല. കല്യാണത്തിന് ബ്രൂണോയുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും വന്നിട്ടുണ്ടായിരുന്നു. ഏരിയ സെക്രട്ടറി ബ്രൂണോയോട് പറഞ്ഞു, എടാ നീ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടത്ത്. പാർട്ടിയിൽ നിന്നും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, നമുക്ക് ശരിയാക്കാം. നീ ധൈര്യമായിട്ടിരിക്കെന്നും പറഞ്ഞ് ഏരിയ സെക്രട്ടറി അവിടെ നിന്നും പോകുന്നു. ഈ സിനിമയിലെ കലിപ്പൻ സ്റ്റെഫിയുടെ ആങ്ങള ബ്രൂണോയാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ സ്റ്റെഫിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടപ്പോഴാണ് സ്റ്റെഫിയുടെ ആങ്ങള ബ്രൂണോയേക്കാൾ വലിയ കലിപ്പനാണ് സ്റ്റെഫിയെ കല്യാണം കഴിക്കാൻ പോകുന്ന മരിയാൻ എന്ന് മനസ്സിലായത്. അങ്ങനെ കല്യാണമെല്ലാം അടിപൊളിയായി അവസാനിച്ചു. രാത്രി 9 മണിയായപ്പോൾ തന്റെ കണക്ക് തീർക്കാൻ അജേഷും എത്തി. അജേഷിനെ കണ്ട ശർമ്മ അജേഷിനോട്, എടേ ഇച്ചിരി പ്രശ്നമുണ്ട്. അതിന് അജേഷ്, എവിടെയാണ് പ്രശ്നമില്ലാത്തത്? എത്രത്തോളം പ്രശ്നം? അതാണ് പ്രശ്നം. അതിന് ശർമ്മ, എടേ വിചാരിച്ചതുപോലെ പിരിവ് നടന്നില്ല. ബ്രൂണോ ആ കപ്പ്യാരെ തല്ലിയത് പ്രശ്നമായി. അതിനാൽ പാർട്ടിന്നും പള്ളിന്നും ഒന്നും ആള് വന്നില്ല. അതിന് അജേഷ്, അത് സാരമില്ല, പെട്ടുകഴിഞ്ഞില്ലേ, ബാക്കിയെല്ലാം നിങ്ങളുടെ പ്രശ്നം. വരൂ നമുക്ക് കണക്ക് നോക്കണം, എനിക്ക് പോകേണ്ടതാണ് എന്നും പറഞ്ഞ അജേഷ് ആഗ്നസമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അജേഷിനെ കണ്ട ആഗ്നസമ്മ കിട്ടിയ കാശ് മുഴുവനും അജേഷിനെ ഏൽപ്പിക്കുന്നു. അജേഷ് ആ ക്യാഷ് എല്ലാം കൂട്ടി നോക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇതിലാകെ 13 പവനുള്ള കാശേ ഉള്ളൂ. അതിനാൽ ബാക്കി 12 പവൻ എനിക്ക് ഇങ്ങ് വേണം. ആ പെണ്ണിനെ ഇങ്ങ് വിളിക്ക്.
അതിന് ആഗ്നസമ്മ അയ്യോ അപ്പോൾ പാതി സ്വർണം ഊരി തരേണ്ടി വരില്ലേ മോനെ, അങ്ങനെ ചെയ്താൽ അവരറിയില്ലേ? അതിന് അജേഷ് ആഹാ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ആദ്യമേ പറഞ്ഞ കാര്യങ്ങളല്ലേ, കണക്ക് തീർത്തിട്ട് എനിക്ക് വീട്ടിൽ പോകേണ്ടതാണ്. നിങ്ങൾ ആ പെണ്ണിനെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? അമ്മ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കേണ്ടി വരും. വേറെ വഴിയില്ലാതെ ആഗ്നസമ്മ സ്റ്റെഫിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ആ സമയം സ്റ്റെഫിയും ഭർത്താവ് മരിയാനും കിടന്നിരുന്നു. എങ്കിലും അമ്മ പതിയെ റൂമിന്റെ കതകിൽ മുട്ടി സ്റ്റെഫിയെ വിളിച്ചു. സ്റ്റെഫി കതക് തുറന്ന അമ്മയോട് എന്താണമ്മേ എന്ന് ചോദിച്ചു. അതിനമ്മ മോളെ ആ സ്വർണം കൊണ്ടുവന്ന പയ്യനില്ലേ, അവന് പൈസ കഴിഞ്ഞുള്ള ബാക്കി 12 പവൻ ഊരി കൊടുക്കണമെന്ന് പറയുന്നു. അതിന് സ്റ്റെഫി ഇയാളൊന്ന് ഉറങ്ങട്ടെ അമ്മ, എന്നിട്ട് ഞാൻ തരാം എന്നും പറഞ്ഞ് കതകും അടച്ചു. അങ്ങനെ ആഗ്നസമ്മ അജേഷിന്റെ അടുത്ത് വന്നിട്ട് മോനെ അവനും അവളും കൂടി മുറിയിൽ കയറി കതകടച്ചു. അതിന് അജേഷ് മുറിയിൽ കയറി കതകടച്ചെങ്കിൽ മുട്ടി വിളിക്കണം. അതിനമ്മ അയ്യോ ഞാൻ എങ്ങനെയാണ് വിളിക്കുക? അത് കേട്ട് കലിപ്പായ അജേഷ് എന്റെ അടുത്ത് നമ്പർ ഇറക്കുന്നോ തള്ളേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അടുത്ത് നിന്നിരുന്ന ബ്രൂണോയ്ക്ക് കലിപ്പായി അജേഷിന്റെ കുത്തിന് പിടിച്ച് ഒറ്റ തള്ളു. തെറിച്ചു വീണ അജേഷ് ചാടി എഴുന്നേറ്റ് ആഹാ ഇപ്പോൾ ഞാനായോ വില്ലൻ? നീ ഏത് വലിയ ഗുണ്ടയാണെങ്കിലും എനിക്ക് എന്റെ പൊന്നു വേണം, എന്റെ പൊന്നും കൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോകൂ. രംഗം വഷളാകുമെന്നറിഞ്ഞ ആഗ്നസമ്മ അജേഷിനോട് പറഞ്ഞു എടാ മോനെ അവൾ നിന്റെ സ്വർണം എടുത്തു തരും, അവൻ ഇറങ്ങുമ്പോൾ അവൾ സ്വർണം എടുത്ത് വെളിയിൽ വെക്കാമെന്നാണ് പറഞ്ഞത്. കണക്ക് നോക്കി ബാക്കിയുള്ളത് മുഴുവനും നീ കൊണ്ടുപോയിക്കോ, പിന്നെ വരുന്നത് ഞങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിച്ചോളാം. അതിന് അജേഷ് അതിന് ഞാൻ എങ്ങനെ അറിയും അവൻ ഉറങ്ങിയോ എന്ന്? അതിനമ്മ അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ റൂമിലെ ലൈറ്റ് അണയ്ക്കും, അപ്പോഴറിയാം. അത് കേട്ട അജേഷ് മുറിയിലെ വെട്ടം കാണുന്ന എവിടേക്കെങ്കിലും മാറിയിരിക്കാം എന്നും പറഞ്ഞ് ശർമ്മയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. സ്റ്റെഫിയുടെ ഭർത്താവ് മരിയൻ ഉറങ്ങുന്നത് നോക്കിയിരുന്ന് അവസാനം അജേഷ് ഉറങ്ങിപ്പോയി. കുറെ നേരം കഴിഞ്ഞ് അജേഷ് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ സമയം 1 മണി കഴിഞ്ഞിരുന്നു. നോക്കുമ്പോൾ മരിയൻ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. തന്റെ ആദ്യ രാത്രിയുടെ ആഘോഷത്തിലായിരുന്നു മരിയൻ. അത് കണ്ട് കലിപ്പായ അജേഷ് ഒരു ബിയർ കുപ്പിയുമായി മരിയന്റെ റൂമിന്റെ ജനലിനടുത്തേക്ക് പോകുന്നു. എന്നാൽ മകളുടെ മണിയറയ്ക്ക് കാവലായി അവിടെ ആഗ്നസമ്മ ഉണ്ടായിരുന്നു. ബിയർ കുപ്പിയുമായി വരുന്ന അജേഷിന് മുമ്പിൽ വേറെ വഴിയില്ലാതെ ആഗ്നസമ്മ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു മോനെ അരുത് മോനെ, നിന്റെ സ്വർണ്ണം ഉറപ്പായും നാളെ ഞങ്ങൾ തരും. കൈകൂപ്പിയുള്ള ആഗ്നസമ്മയുടെ യാചന കേട്ട് അജേഷിന്റെ മനസ്സലിഞ്ഞു. അതിനാൽ തന്നെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അജേഷ് തിരികെ താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയി വീണ്ടും ആ മണിയറയുടെ ജനലിലേക്ക് നോക്കിയിരിക്കുന്നു. അങ്ങനെ അജേഷ് വീണ്ടും അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അജേഷ് ഉണർന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അജേഷ് നോക്കുമ്പോഴതാ സ്റ്റെഫിയും ഭർത്താവും മരിയനും കൂടി ഒരു ഓട്ടോയിൽ കയറി പോകുന്നു. അതുകൊണ്ട് അജേഷ് എന്റെ സ്വർണം എന്നും പറഞ്ഞ് ആ ഓട്ടോയുടെ പുറകെ ഓടിയെങ്കിലും ഓട്ടോ അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു. അതിനാൽ അജേഷ് തന്റെ ബൈക്കും എടുത്ത് ആ ഓട്ടോയുടെ പുറകെ പോകാൻ നോക്കുമ്പോഴാണ് തന്റെ ബൈക്കിന്റെ ടയർ പഞ്ചറാണെന്നുള്ള കാര്യം അജേഷ് കാണുന്നത്. അതുകണ്ട് കലിപ്പായ അജേഷ് ആഗ്നസമ്മയോട് എന്റെ സ്വർണം എവിടെ? അതുകൊണ്ടാണോ അവൾ പോയത്? അവൾ എങ്ങോട്ടാണ് പോയത്? അതിന് ആഗ്നസമ്മ എടാ മോനെ നിന്റെ സ്വർണം ഞങ്ങൾ മേടിച്ചു തരാടാ, അവനൊരു പ്രത്യേക ടൈപ്പാണ്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇവിടുത്തെ ബാത്റൂം ശരിയല്ല എന്നും പറഞ്ഞ് അവൻ അവളെയും കൂട്ടി ഓട്ടോയിൽ കയറിപ്പോയി. നിന്റെ സ്വർണം എന്റെ മകൻ ബ്രൂണോ പോയി വാങ്ങിക്കൊണ്ടുവരും. കലിപ്പിലായിരുന്ന അജേഷ് ആര് ഇവൻ വാങ്ങിച്ചോണ്ട് വരാനോ? എന്റെ സ്വർണം വാങ്ങാൻ എനിക്കറിയാം എവിടേക്കാണ് അവർ പോയത്. ചെറുക്കന്റെ വീട് എവിടെയാണ്? ആ കല്യാണക്കുറി എടുത്തോണ്ട് പോവാം, അഡ്രസ് ഞാൻ തന്നെ നോക്കി കണ്ടുപിടിച്ചോളാം. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബ്രൂണോ പറഞ്ഞു ആ അമ്മേ ആ കുറി അങ്ങ് എടുത്തു കൊടുക്ക്, അത്രയ്ക്ക് സൂക്കേടാണെങ്കിൽ അങ്ങ് ചെന്ന് കയറി കൊടുക്കട്ടെ. എടാ അതൊരു പെശക ഏരിയാണ്, നീ തലവെട്ടിച്ചിറ എന്ന് കേട്ടിട്ടുണ്ടോ? 3 സൈഡിലും വെള്ളമാണ്, ആകെ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അത് അവന്മാരടച്ചാൽ പിന്നെ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഒന്ന് അടങ്ങ്, ഞാൻ പോയി എങ്ങനെയെങ്കിലും ആ സ്വർണം വാങ്ങിക്കൊണ്ടുവരാം. അതെല്ലാം കേട്ടപ്പോൾ അജേഷിന്റെ മനസ്സ് മാറുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അജേഷ് പറഞ്ഞു വാശിയുണ്ടെങ്കിൽ പോയി വാങ്ങിക്കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? എനിക്കുമുണ്ടട വാശി, എന്റെ ചോറിലാണ് നീ നിന്റെ പെങ്ങളും കൂടി മണ്ണ് വാരിയിട്ടത്. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ പൊന്നു വാങ്ങിക്കൊണ്ട് വരുമടാ. അതിന്റെ പേരിൽ എന്റെ തല പോകുകയാണെങ്കിൽ എനിക്ക് എന്റെ തല വേണ്ടട എന്നും പറഞ്ഞ് തന്റെ ബൈക്കും തള്ളിക്കൊണ്ട് അജേഷ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സീൻ കട്ടായി മരിയന്റെ നാടായ തലവെട്ടിച്ചിറ കാണിക്കുന്നു. അന്ന് രാത്രി അവിടെ ചെറുക്കൻ വീട്ടിലെ പാർട്ടി നടക്കുകയായിരുന്നു. മരിയൻ അവിടെയുള്ള ഒരു ചെമ്മീൻ കെട്ടിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ആ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മരിയന്റെ ഒരു കൂട്ടുകാരൻ മരിയന്റെ അടുത്ത് വന്നിട്ട് മരിയ ഒരു കാര്യമുണ്ട്, ഇത് ചുമ്മാ ഒരു പിള്ളേര് കളിയാണ്, നീ അങ്ങനെ അങ്ങ് എടുത്താൽ മതി. ആ അനിയപ്പന്റെ പിള്ളേരാണെന്ന് തോന്നുന്നു, നിന്റെ കെട്ടിന്ന് കുറച്ച് കൊഞ്ചു വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ വള്ളക്കാരാണ് എന്നോട് പറഞ്ഞത്, നീ ഇതൊരു വിഷയമാക്കേണ്ട, ഞാൻ അവന്മാരോട് നിന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് മരിയന്റെ ചോര തിളച്ചു കയറുന്നുണ്ടായിരുന്നു. എങ്കിലും പാർട്ടി നടക്കുന്നതിനാൽ തന്നെ മരിയൻ അവിടെ നിന്നും എവിടേക്ക് മാറാൻ കഴിഞ്ഞതുമില്ല. പാർട്ടി അവിടെ അടിപൊളിയായി നടക്കുകയായിരുന്നെങ്കിലും മരിയന്റെ അമ്മയുടെ നോട്ടം മുഴുവനും മരുമകൾ സ്റ്റെഫിയുടെ സ്വർണത്തിലായിരുന്നു. എന്നാൽ നമ്മുടെ സ്റ്റെഫിയുടെ നോട്ടം മുഴുവനും ആ കല്യാണത്തിന് വന്ന ആൾക്കാരിലായിരുന്നു. എന്തായാലും സ്റ്റെഫി മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സ്റ്റെഫിയുടെ ദേഹത്ത് കിടക്കുന്ന പാതി സ്വർണത്തിന്റെ അവകാശിയായ അജേഷ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അജേഷിനെ കണ്ട സ്റ്റെഫിയുടെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. ടെൻഷൻ അടിച്ചിരുന്ന സ്റ്റെഫിക്ക് ആശ്വാസമായി ആ സമയം അവിടെ നടക്കുന്ന പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനായി സ്റ്റെഫിയുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം വരുന്നു. അത് കണ്ട സ്റ്റെഫി ഉടൻ തന്നെ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പതിയെ അമ്മയോട് അമ്മേ ആ പൊന്നിന്റെ പയ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനമ്മ അയ്യോ
അവൻ ഇവിടെയും വന്നോ? നമ്മൾ ഇനി എന്ത് ചെയ്യും? അവൻ ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. അതിന് സ്റ്റെഫി, അങ്ങനെ ആരെങ്കിലും പോകുമോ ഇത്രയും പൊന്നും കളഞ്ഞിട്ട്? അമ്മ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ തിരികെ പോകുമ്പോൾ ഞാനും അമ്മയുടെ കൂടെ വരേണ്ടി വരും. ആ സമയം അവരുടെ അടുത്തേക്ക് അജേഷ് വരുന്നു. എന്നിട്ട് അജേഷ് ആഗ്നസ് അമ്മയോട് പറഞ്ഞു, എന്റെ അടുത്ത് നമ്പർ ഇറക്കുന്ന തള്ളേ, എന്റെ സ്വർണ്ണം ഊരിത്തരാതെ ആരും ഇവിടെ സ്വസ്ഥമായിട്ട് പൊക്കില്ല. അതെല്ലാം കേട്ട് കരയുകയല്ലാതെ ആഗ്നസ് അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. ആഗ്നസ് അമ്മ അജേഷിനോട്, മോനെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവളെ കെട്ടിച്ചയച്ചത്. അവരെങ്ങാനും ഇതറിഞ്ഞാൽ എനിക്ക് കടലിൽ ചാടി ചാവുകയെ നിവർത്തിയുള്ളൂ. അവര് വിരുന്നിന് വരുമ്പോൾ അവളുടെ കഴുത്തിൽ നിന്ന് ഞാൻ തന്നെ ഊരിത്തരാം നിന്റെ സ്വർണം. ഒരു 2 ദിവസം എനിക്ക് സമയം തന്നാൽ മതി. അതിന് അജേഷ് പിന്നെയും പറ്റിപ്പാണല്ലേ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അജേഷ് അവിടെ നിന്നും നേരെ പോയത് അവിടെ കമ്പനി കൂടിക്കൊണ്ടിരുന്ന കുറെ പേരുടെ അടുത്തേക്കാണ്. അവിടെ നമ്മുടെ ബ്രൂണോയും മരിയനും ഒക്കെ ഉണ്ടായിരുന്നു. അജേഷിനെ കണ്ട മരിയൻ ആരാണെന്ന് ചോദിക്കുന്നു. അതിന് അജേഷ് ബ്രൂണോയോട്, ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കു ബ്രോ എന്ന് പറയുന്നു. അത് കേട്ട ബ്രൂണോ, ഇവൻ ഞങ്ങളുടെ അച്ഛന്റെ പെങ്ങടെ മോനാണ്, ഞങ്ങളുടെ ഒരു കസിൻ. നമ്മുടെ അജേഷ് ഒരു മുഴുകുടിയനാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അജേഷ് തന്റെ കപ്പാസിറ്റി വീണ്ടും തെളിയിച്ചു. ഒറ്റ നിപ്പിൽ തന്നെ ഒരു 3 എണ്ണം അടിച്ചു അജേഷ്. ആ സമയം ആ കമ്പനി കൂടിക്കൊണ്ടിരുന്നവരിൽ ഒരാൾ അജേഷിനോട്, കസിൻ എന്താണ് പണി എന്ന് ചോദിക്കുന്നു. അതിന് അജേഷ്, വമ്പം പരിപാടികളാണറിയ. അലീൻ ഈ മടിയിൽ ജുവലറി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പണ്ടൊക്കെ തട്ടാന്മാര് ചെയ്തിരുന്ന ജോലി. ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതലും ജുവലറിക്കാരെയാണല്ലോ വിശ്വാസം. അപ്പോൾ നമ്മൾ ഈ ജുവലറിക്കാരെ തട്ടിയും മുട്ടി അങ്ങനെ നിൽക്കും. കല്യാണത്തിന് സ്വർണം എടുക്കാൻ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സ്വർണം നേരത്തെ കൊടുക്കും. പിറ്റേന്ന് കല്യാണത്തിന് പിരിച്ചു കിട്ടുന്ന കാശിൽ നിന്നും നമ്മുടെ പൈസയും വാങ്ങി തിരിച്ചു പോകും. മടിയിൽ സ്വർണം കൊണ്ടുവരുന്നത് കൊണ്ടാണ് മടിയിൽ ജുവലറി എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ജോലി. അതിനയാൾ ഇതുപോലെയുള്ള 2-3 കെട്ട് നമ്മുടെ കരയിലും വരുന്നുണ്ട്. അലീൻ ഒന്ന് ഇടപെടേണ്ടി വരും. അതിന് അജേഷ്, അതിനെന്താണ് അളിയ, ഇതല്ലേ നമ്മുടെ ജോലി? അതിനയാൾ, ഇതിന്റെ അകത്ത് ഒരുപാട് റിസ്ക് ഇല്ലേ? പൊന്നെല്ലാം അവരെടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അതിന് അജേഷ്, അതുപോലെയുള്ള തെണ്ടുകളും കുറെയുണ്ട്. അവന്മാരെ എന്ത് ചെയ്യണമെന്ന് ഈ അജേഷിന് അറിയാം. അതെല്ലാം കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ബ്രൂണോയ്ക്ക് പെരുത്ത് കയറുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ബ്രൂണോ അവിടെ നിന്നും പതിയെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ബ്രൂണോയെ കണ്ട ബ്രൂണോയുടെ അമ്മ ആഗ്നസ് ബ്രൂണോയോട്, എടാ, ഞാൻ അവനോട് 2 ദിവസം സമയം ചോദിച്ചു, എന്നാൽ അവനൊന്നും മിണ്ടാതെ പോയി. അവൻ ഇവിടെ നിൽക്കുന്ന ഓരോ മിനിറ്റ് നമുക്ക് ആപത്താണ്. അവൻ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു പോയാൽ നമ്മുടെ കാര്യം തീരുമാനമാകും. അതിന് ബ്രൂണോ, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഞാൻ അവനെ കൊല്ലും. അത് കേട്ട ആഗ്നസ് അമ്മ, നീ ഈ രാജ്യത്തുള്ളവരെ മുഴുവൻ കൊല്ലാൻ നടക്കുവാണല്ലോ, ചെല്ലടാ, പോയി അവനെയും കൊല്ല്. അങ്ങനെ അവനെ നീ കൊല്ലുവാണെങ്കിൽ അതെന്തെങ്കിലും അവൻ പുറത്ത് വിളിച്ചു പറയുന്നതിന് മുമ്പേ ആയിരിക്കണം. ആംഗ്ലി എന്ന നിലയ്ക്ക് നീ അവൾക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യും. അത് കേട്ടപ്പോൾ ബ്രൂണോയ്ക്ക് അവിടെ നിന്ന് ഒരു ധൈര്യം കിട്ടിയതുപോലെ തോന്നി. എന്തെന്നാൽ സ്വന്തം അമ്മയുടെ വാക്കുകളായിരുന്നല്ലോ അത്. അങ്ങനെ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് ബ്രൂണോ വീണ്ടും എല്ലാവരും കമ്പനി കൂടിക്കൊണ്ടിരുന്ന ആ സ്ഥലത്തേക്ക് വരുന്നു. എന്നാൽ ആ സമയം എല്ലാവരും കള്ളുകുടിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരികെ പോവുകയായിരുന്നു, ഒരാളൊഴികെ. അതായത് നമ്മുടെ അജേഷ് തന്നെ. നമ്മുടെ അജേഷ് ആണെങ്കിൽ അവിടെ വെള്ളമടിച്ച് കിളി പോയി അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാട്ടിൽ കിടക്കുകയായിരുന്നു. അത് കണ്ട ബ്രൂണോ ചുറ്റിനും നോക്കി. അവിടെ എങ്ങും വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ബ്രൂണോ ഒരു വലിയ കല്ലെടുത്ത് അജേഷിന്റെ മേൽ ഇടാനായി നിൽക്കുന്നു. എന്നാൽ ബ്രൂണോയ്ക്ക് അതിന് കഴിയുമായിരുന്നില്ല. നമ്മൾ കരുതിയതുപോലെ അത്രയ്ക്ക് മുരടനൊന്നുമായിരുന്നില്ല ബ്രൂണോ. അങ്ങനെ പാർട്ടിക്ക് വന്ന സ്റ്റെഫിയുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം തിരികെ പോയി. അജേഷ് അവിടെ നിന്നും പോകാതിരുന്നതിനാൽ തന്നെ അജേഷിന്റെ കൂടെ ബ്രൂണോയും അവിടെ തന്നെ നിന്നു. അടുത്ത ദിവസം രാവിലെ അജേഷിനോട് മരിയന്റെ അമ്മ ലൂസി, എന്നാലും എന്തൊരു കുടിയാണ് എന്റെ പിള്ളേരെ, ഞാൻ കരുതിയത് ഞങ്ങളുടെ കരയിലെ പിള്ളേരാണ് കുടിയന്മാരെന്ന്. ആ സമയം മരിയൻ ബ്രൂണോയോട്, അളിയ, ഞാൻ എന്നാൽ ഇറങ്ങുവാണ്, കെട്ടിലൊന്ന് പോണം. അപ്പോൾ മരിയന്റെ അമ്മ ബ്രൂണോയോട്, അവനൊരു ചെമ്മീൻ കെട്ടിന് കാവൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട അജേഷ് മരിയനോട്, അളിയ, ഒരു രാത്രി നമുക്ക് അവിടെ കൂടാൻ വല്ല വകുപ്പുമുണ്ടോ? അതിന് മരിയൻ, ഓ അതിനെന്താ അളിയ, അളിയൻ അങ്ങ് പോരെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് ഇന്നലെ മരിയന്റെ കെട്ടിൽ നിന്നും കൊഞ്ചുവാരി എന്ന് പറഞ്ഞ പിള്ളേര് അവിടേക്ക് വരുന്നത്. ആ വന്ന പിള്ളേര് മരിയനോട്, അച്ചായോ, ഇവിടെയുള്ളവര് ചുമ്മാ പറയുന്നതാണ്, ഞങ്ങൾ നിങ്ങളുടെ കെട്ടിലൊന്നും കയറിയിട്ടില്ല. അത് കേട്ട മരിയൻ ഒന്നും മിണ്ടാതെ അവന്റെ കൈ പിടിച്ചൊന്ന് മണത്തു നോക്കി. എന്നിട്ട്, നീയൊന്നും എന്റെ കൊഞ്ചിനെ തൊട്ടിട്ടില്ല അല്ലേടാ എന്നും ചോദിച്ച് അവന്മാരെല്ലാം പിടിച്ച് അറഞ്ചും പറഞ്ചും ഇടിക്കുന്നു. തന്റെ കൊഞ്ചിനെ തൊട്ട് അവന്മാരെല്ലാം മരിയൻ ഇടിച്ച് ചൂണ്ടക്കൊളുത്തി തൂക്കി. അതെല്ലാം കണ്ട അജേഷും ബ്രൂണോയും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. അജേഷ് സ്റ്റെഫിയോട്, സ്റ്റെഫി മോളെ, ആ റോഡ് വഴി ഒന്ന് വരണേ എന്ന് പറയുന്നു. അത് കേട്ട മരിയന്റെ അമ്മ, ചെല്ലു മോളെ, ആങ്ങളമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടാകും എന്ന് പറയുന്നു. അജേഷ് സ്റ്റെഫിയോട് പറഞ്ഞു, ഞാൻ എവിടേക്കും പോകുന്നില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും, എന്റെ പൊന്നും കൊണ്ടേ ഞാൻ തിരിച്ചു പോകൂ. അത് കേട്ട സ്റ്റെഫി, പൊന്നോ, ഏത് പൊന്ന്? കിട്ടിയതൊന്നും സ്റ്റെഫി വിട്ടുകളയില്ല. അത് കേട്ട അജേഷ്, നീ എന്താ പറഞ്ഞത്? വിരുന്നിന്
വരുമ്പോ നിന്റെ പൊന്നൂരി തരാമെന്നാണല്ലോ നിന്റെ തള്ള പറഞ്ഞത്. അതിന് സ്റ്റെഫി, നേരാ, ഇത് നിന്റെ സ്വർണം തന്നെയാ. ഞങ്ങൾ നിന്നോട് കാണിക്കുന്നത് തന്തയില്ലായ്മ തന്നെയാണ്. ഇത് നിന്റെ ചോറ് തന്നെയാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ ഇത് തിരിച്ചു വാങ്ങിക്കൊണ്ട് പോടാം. പക്ഷേ ഇത് വാങ്ങേണ്ടത് എന്റെ കയ്യിൽ നിന്നല്ല. ദേ, എന്റെ ആംഗ്ലയാന്ന് പറഞ്ഞു നടക്കുന്ന ഈ എംബോക്കിയുടെ കയ്യിൽ നിന്നാണ്. ആംഗ്ലയാണെന്നും പറഞ്ഞ് യാതൊരു ഗുണവുമില്ല. രാഷ്ട്രീയമാണെന്നും പറഞ്ഞ് വെട്ടും കുത്തുമായി നടന്നു. ഇതുവരെ ഇവൻ മേലനങ്ങി ഒരു പണിയും ചെയ്തിട്ടില്ല. പെങ്ങൾ വളർന്നു വരുന്നുണ്ടെന്നോ പപ്പയില്ലാത്ത കുടുംബമാണെന്നോ ഇവൻ ചിന്തിച്ചിട്ടില്ല. അവസാനം കയ്യിൽ കെട്ടി ഒരുത്തിന്റെ തലയിൽ എന്നെ വെച്ചു കൊടുത്തു. എന്നിട്ട് ആംഗ്ലയാണെന്നും പറഞ്ഞ് നടക്കുക. അതെല്ലാം കേട്ട് ബ്രൂണോയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും മിണ്ടാതെ നിസ്സഹായനായി ബ്രൂണോ അങ്ങനെ നിൽക്കുന്നു. എന്നാൽ അജേഷ് സ്റ്റെഫിയോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് സ്വർണം എങ്ങനെ വാങ്ങിക്കണമെന്ന് എനിക്കറിയാമടി. ഇതിലും വലിയ നൊട്ടോറിയസ് സ്ഥലങ്ങളിൽ സ്വർണം കൊടുത്തിട്ടുമുണ്ട്, തിരിച്ചു വാങ്ങിച്ചിട്ടുമുണ്ട്. അതിന് സ്റ്റെഫി, നീ പുളുത്തും. ചേട്ടൻ അവന്മാരെ ഇടിച്ച് ചൂണ്ടക്കുളത്തിൽ കൊരുത്തുന്നത് നീയും കണ്ടതല്ലേ. നിനക്ക് ഇവിടെ നിന്നും ഈ സ്വർണം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുവെക്കോ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അജേഷും ബ്രൂണോയും കൂടി തലവെട്ടിച്ചിറയ്ക്ക് അടുത്തുള്ള ഒരു ടൗണിലെത്തി. അജേഷിനോട് ബ്രൂണോ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നു. അതിന് അജേഷ്, ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കുന്നത്. സ്വർണം കിട്ടുന്നതുവരെ അല്ലെങ്കിൽ ചാകുന്നതുവരെ ഞാൻ ഈ ലോഡ്ജിൽ ഉണ്ടാവും. അതിന് ബ്രൂണോ, സ്റ്റെഫി പറഞ്ഞതുപോലെ സ്വർണം എന്റെ കയ്യിൽ നിന്നും കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അതിന് അജേഷ്, നിന്റെ കയ്യിൽ ഒരു കൂറയുമില്ലെന്ന് എനിക്കറിയാം. നീ എന്റെ ഒരു ശത്രുവുമല്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ആർക്ക് വേണമിടാം. ഉരുപ്പടി എവിടെയാണോ അതാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ അവൾ പറയുന്നത് കേട്ട് നിന്റെ പുറകെ നടക്കാൻ ഞാനൊരു ഊളനല്ല. അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ബ്രൂണോയുടെ നിസ്സഹായതയോടെയുള്ള ആ നോട്ടം കണ്ട അജേഷ് ബ്രൂണോയോട് വരുവാണെങ്കിൽ 2 എണ്ണം അടിക്കാമെന്നും പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ അജേഷിനെ ബ്രൂണോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ശർമ്മയെയും മർദ്ദയെയും കാണിക്കുന്നു. അവരുടെ അടുത്ത് അജേഷിന്റെ ഒരു കൂട്ടുകാരൻ ബാസ്റ്റിൻ വന്നിട്ടുണ്ടായിരുന്നു. ബാസ്റ്റിൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും തന്നത് നല്ലൊരു പണിയാണ്. അതിന് ശർമ്മ, ആ പെണ്ണീ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ആ ബ്രൂണോയുടെ കരുത്തിൽ കണ്ടപ്പോ ഒരു പെൺകൊച്ചിന്റെ ജീവിതമല്ലേ എന്നും കരുതി ഇടപെട്ടതാണ് അറിയാം. അതിന് ബാസ്റ്റിൻ, എടാ, നീയൊന്നും പൊന്നുണ്ടാക്കി കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ പെണ്ണിന്റെ അമ്മയെ വിളിച്ച് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. അതിന് ശർമ്മ, അളിയ, ഞങ്ങൾ വിളിച്ചിട്ട് ആ തള്ള ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ വേറെ വഴി നോക്കുന്നുണ്ട്. അങ്ങനെ സീൻ കട്ടായി വീണ്ടും അജേഷിനെയും ബ്രൂണോയെയും കാണിക്കുന്നു. 2-3 ദിവസത്തെ അലച്ചിലിന്റെ ക്ഷീണത്താൽ അജേഷ് കിടന്നുറങ്ങുകയാണ്. ബ്രൂണോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അവസാനം ബ്രൂണോ ഒരു തീരുമാനമെടുത്തു. വേറെ ഒന്നുമല്ല, ആത്മഹത്യ തന്നെ. അതിനായി ബ്രൂണോ അവിടെ അരയിൽ കിടന്നിരുന്ന അജേഷിന്റെ ഒരു കൈലിയും എടുത്ത് റൂമിലുണ്ടായിരുന്ന പാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കിട്ട് ചാടാൻ തുടങ്ങുമ്പോഴാണ് കാലിൽ ഒരു പിടി. നോക്കുമ്പോൾ അജേഷ് ആയിരുന്നു അത്. അജേഷ് ബ്രൂണോയോട്, എടാ പട്ടി, നിന്റെ പെങ്ങള് തന്ന പണിയൊന്നും പോരേടാ. ഇനി ഇതിന്റെ പേരിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണോ? ഇങ്ങോട്ട് ഇറങ്ങടാ കോപ്പേ. അത് കേട്ട് ബ്രൂണോ താഴെ ഇറങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി. എടാ, പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയടാ. പാർട്ടി എന്റെ ചോരയാടാ. അതില്ലാതെ എനിക്ക് പറ്റില്ല. അതിന് അജേഷ്, നീ കയറി തൂങ്ങിയാൽ അവർ നിന്നെ തിരിച്ചെടുക്കുമോ? പുറത്താക്കാൻ ഒരു വാതിലുണ്ടെങ്കിൽ തിരിച്ചെടുക്കാനും ഒരു വാതിൽ കാണും. മനുഷ്യന്മാർ ചേരുന്നതാണ് പാർട്ടി. പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചട്ടക്കൂടുകൾ ഉണ്ടാകുന്നത്. അത് നിനക്ക് വേണ്ടി അഴിയും. നീ കാത്തിരുന്നാൽ മതി. എന്റെ സ്വർണം പറ്റിച്ച് നിന്റെ പെങ്ങൾ പോയി. ഫിനാൻസിയേഴ്സിന്റെ മുമ്പിൽ ഞാൻ കള്ളനായി. ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള ഞാനല്ലടാ ശരിക്കും തൂങ്ങേണ്ടത്. നിന്നെ പോലെയുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ പോലെയുള്ളവരെ അല്ലടാ അത് ബാധിക്കുന്നത്. നിനക്കൊന്നും ഈ പറയുന്നത് മനസ്സിലാകില്ല. നീയൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിച്ചാത്തി എടുത്തിട്ടല്ലേ ഉള്ളൂ. മനുഷ്യന്മാരെ പോലെ നിന്ന് പോരാടി നോക്ക്. നമ്മുടെ ആരുടെയും കാരണവന്മാർ നമുക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എങ്കിലും നമ്മൾ ജീവിക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യണം. അല്ലാത്ത സമയത്തെല്ലാം ഫൈറ്റ് ചെയ്യണം. അതാണ് ജീവിതം. ഒരു ഫോൺ കോൾ ചെയ്താൽ ഈ റൂമിൽ ഇപ്പോൾ ലക്ഷങ്ങൾ വരും. അതാണ് ക്യാരക്ടർ. ഒന്നുമില്ലായ്മയിൽ നിന്നും അജേഷ് ഉണ്ടാക്കിയെടുത്ത വിശ്വാസം. അതാണ് ഇപ്പോഴില്ലാതായത്. ഈ സ്വർണം കിട്ടിയില്ലെങ്കിൽ അജേഷ് ഇനിയില്ല. ആ സമയം അവരുടെ റൂമിന്റെ വാതിലിൽ ആരോ മുട്ടുന്നു. അത് കേട്ട് അജേഷ് പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ വന്നയാൾ അജേഷിന്റെ ചെവിക്കല്ല് നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നു. അത് കണ്ട ബ്രൂണോ ചാടി എഴുന്നേറ്റ് അവനെ പിടിച്ച്, ആരുടെ നീ, നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. അതിന് അജേഷ് ബ്രൂണോയോട്, ബ്രൂണോ അവനെ വിടറ, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നു. അങ്ങനെ വന്നയാൾ വീണ്ടും അജേഷിനോട്, നീ എന്താ പപ്പ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അതിന് അജേഷ്, മോനെ അംബ്രോസെ, ഒരബദ്ധം പറ്റിപ്പോടാ. ആ പൊന്നും വെട്ടിച്ച പെണ്ണ് കടന്നു കളഞ്ഞു. ഒരു 10-12 പവന്റെ വ്യത്യാസമുണ്ട്. അതിനവൻ 12 പവനോ? അവൾ എവിടേക്കാണ് പോയത്? അവളുടെ സ്ഥലം മാത്രം പറ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അതിന് അജേഷ്, അവളുടെ സ്ഥലം തലവെട്ടിച്ചിറയാണ്. അവളിപ്പോൾ അവിടെയാണുള്ളത്. അത് കേട്ട് വന്നയാൾ, തലവെട്ടിച്ചിറയോ? എങ്കിൽ പിന്നെ നീ ഇത് ഫോൺ വിളിച്ചു പറയണ്ടേ? നീ അതുകൊണ്ട് മുങ്ങിയെന്നാണ് പപ്പ വിചാരിച്ചിരിക്കുന്നത്. വേറെ ആരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാലും നിന്റെ കയ്യിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് പപ്പ എന്നെ തന്നെ അയച്ചത്. അതിന് അജേഷ്, ആദ്യമായിട്ടാണ് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പിഴവ് പറ്റുന്നത്. നീ പപ്പയോട് പറഞ്ഞേക്ക്. എവിടെ നിന്നാണെങ്കിലും ഞാൻ ആ പൊന്ന് കൊണ്ടുവന്നിരിക്കും. അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അജേഷ് ഇല്ല. അത് കേട്ട് വന്നയാൾ അജേഷിനോട്, അജേഷേ, ഇത് ടാക്സ് ഒന്നുമില്ലാത്ത സ്വർണ്ണമാണ്. അതിനാൽ നമുക്കത് വാങ്ങിച്ചെടുക്കാൻ വേറെ വഴിയൊന്നുമില്ല. നിനക്കറിയാവുന്നതല്ലേ കാര്യങ്ങൾ എന്നും പറഞ്ഞ് കുറച്ച് പൈസ അജേഷിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അജേഷ് ബ്രൂണോയോട് പറഞ്ഞു, അവൻ എന്റെ മുതലാളിയുടെ മകനാണ്. ഞാൻ ഇതെല്ലാം മുതലാളിയോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്. എന്തായാലും ചെകിട്ടത്തൊരെണ്ണം കിട്ടിയാൽ എന്താ, സത്യം മുതലാളി അറിയുമല്ലോ. ഇതെല്ലാം പറയുമ്പോഴും അജേഷിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നിസ്സഹായതയോടെ നോക്കിയിരിക്കാനേ ബ്രൂണോയ്ക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ അജേഷ് ബ്രൂണോയുടെ കയ്യിൽ നിന്നും മരിയാന്റെ നമ്പർ വാങ്ങി മരിയാനെ ഫോൺ ചെയ്യുന്നു.
ചെയ്യുന്നു. എന്നിട്ട് മരിയാനോട്, അളിയോ ഞാനാ അജേഷ്, സ്റ്റെഫിയുടെ കസിൻ. അത് പിന്നെ 1-2 കുപ്പി മിലിറ്ററി കിട്ടിയിട്ടുണ്ട്. നാളെ രാത്രി ഞങ്ങൾ അതുമായി അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. ഞങ്ങൾക്ക് അളിയന്റെ ചെമ്മീൻ കെട്ടൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, നമുക്കൊക്കെ ഒന്ന് കൂടുകയും ചെയ്യാം. അതിന് മരിയാനും ഓക്കെ പറഞ്ഞു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ അജേഷ് ബ്രൂണോയെയും ശർമ്മയെയും മർദയെയും കൂട്ടി മരിയാനോയുടെ ചെമ്മീൻ കെട്ടിലെത്തി. ഈ ശർമ്മയും മർദയുമാണ് അജേഷിനെയും ബ്രൂണോയെയും തമ്മിൽ പരിചയപ്പെടുത്തിയത്. അങ്ങനെ അവർ വന്ന കാര്യം തുടങ്ങി. കുപ്പി കണ്ടാൽ കമന്നു വീഴുന്ന നമ്മുടെ അജേഷ് ഇത്തവണ അത്രയ്ക്കൊന്നും കഴിച്ചില്ല. അത് കണ്ടാൽ അറിയാം അജേഷ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. 2 എണ്ണം അടിച്ച് സെറ്റായ മർദ പറഞ്ഞു, കെട്ടില് ചെമ്മീൻ കിടന്ന് ചുമ്മാ പൊളയ്ക്കുവാണല്ലോ അളിയ, ഇച്ചിരി തീ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചെടുത്ത് വർക്കാമായിരുന്നു അല്ലേ അളിയ. അത് കേട്ട മരിയാൻ, നീ നിന്റെ കിഡ്നി എടുത്ത് വർക്കത്തേ ഉള്ളൂ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോലെയാണ് ഒറ്റകളെ വളർത്തുന്നത്. അതിന് മർദ, ഒന്ന് പോ അളിയ, ഏക്കർ കണക്കിന് കിടക്കുമല്ലേ, ഒരു 2 എണ്ണം എടുത്ത് വറുത്താൽ ഒരുത്തിനും അറിയാൻ പോകുന്നില്ല. അതിന് മരിയാൻ, അറിയുമടാ, ആദ്യം ദൈവം അറിയും, പിന്നെ മുതലാളി അറിയും, പണി പോകുമ്പോൾ ഞാനും അറിയും, നീ കിട്ടിയത് പഠിച്ചിട്ട് പോടാ. എന്നാൽ നമ്മുടെ അജേഷ് ആണെങ്കിൽ അവരുടെ സംസാരത്തിലൊന്നും ഇടയ്ക്ക് കയറാതെ മരിയാനെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ടവും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. മരിയാൻ അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ മരിയാൻ അജേഷിനോട്, എന്തൊരു കുടിയാടാവേ ഇത് എന്ന് ചോദിക്കുന്നു. അതിന് അജേഷ്, ഒന്ന് പോളിയാ, ഞാൻ എത്ര അടിച്ചാലും എന്റെ കാലൊന്നിടറും, കൂടിപ്പോയാൽ നാക്കു കുഴയും. എങ്കിലും കഴുത്തിനു മുകളിലേക്ക് അജേഷിന് പിറ്റാകില്ല, ഒന്നും മറക്കത്തുമില്ല. എന്നിട്ട് മർദയോട് അജേഷ് പറഞ്ഞു, നീ പറഞ്ഞത് നേരാ, കുറച്ച് ചെമ്മീൻ കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചു വറക്കാമായിരുന്നു. അത് കേട്ട് കലിപ്പായ മരിയൻ ബ്രൂണയോട്, ഡാ അവനെ ഒന്ന് സൂക്ഷിച്ചോ, അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട്, വിളിച്ചോണ്ട് പോരാ അവനെ. അത് കേട്ടപ്പോൾ പ്രശ്നമുണ്ടാക്കാൻ തന്നെ വന്ന നമ്മുടെ അജേഷ് ചാടിക്കേറി മരിയാന്റെ കുത്തിന് പിടിക്കുന്നു. എന്നിട്ട് മരിയാനോട്, ആ കടയുടെ പ്രശ്നം എന്നും ചോദിച്ച് ചൂടാകുന്നു. എങ്കിലും മരിയാൻ അതിനൊന്നും പ്രതികരിക്കാൻ നിന്നില്ല. രംഗം വഷളാകുന്ന കണ്ട ശർമ്മ അജേഷിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അത് കണ്ട് ബ്രൂണ മരിയാനോട്, അളിയ അവനെന്തോ വെള്ളത്തിന്റെ പുറത്ത് പറ്റിയതാണ്, അത് വിട്ടേക്ക്. അതിന് മരിയാൻ, അങ്ങനെ വിടാൻ പറ്റില്ല, അവൻ എത്ര കുടിച്ചാലും അവന്റെ കഴുത്തിന് മുകളിൽ ബോധം കാണുമെന്നല്ലേ അവൻ പറഞ്ഞത്, അപ്പോൾ അവൻ അത് അറിഞ്ഞുകൊണ്ട് പിടിച്ചതാണ്. അതിനാൽ നാളെ വെളുപ്പിന് 3 മണിക്ക് കുഴിയന്തോണിയുടെ ചായക്കടയിൽ അവനോട് വരാൻ പറയണം. അവൻ അവന്റെ സൗകര്യത്തിനല്ലേ എന്റെ കുത്തിന് പിടിച്ചത്, അപ്പോൾ ഇനി എന്റെ സൗകര്യത്തിന് അവൻ വരണം എന്നും പറഞ്ഞു ബ്രൂണോയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ മരിയാൻ വീട്ടിൽ വന്നതായി കാണിക്കുന്നു. മരിയാൻ ഭാര്യ സ്റ്റെഫിയോട് അകത്തു പോയൊരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ പേപ്പറുമായി വന്ന സ്റ്റെഫിയോട് മരിയാൻ, നീയും അജേഷും തമ്മിലുള്ള കറക്റ്റ് ബന്ധം ഈ പേപ്പറിൽ എഴുതി തരാൻ പറയുന്നു. അങ്ങനെ സ്റ്റെഫി അജേഷ് തന്റെ 2ാമത്തെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകനാണെന്ന് എഴുതി കൊടുത്തു. ഉടൻ തന്നെ മരിയാൻ സ്റ്റെഫിയുടെ അമ്മയെ ഫോൺ ചെയ്യുന്നു. എന്നിട്ട് മരിയാൻ അമ്മയോട്, അജേഷ് സ്റ്റെഫിയുടെ ആരാണെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അതിനമ്മ, അത് അവൾക്കറിയാലോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അതുകണ്ട മരിയാന സ്റ്റെഫിയോട്, ആഹാ ഇത് കൊള്ളാലോ, എങ്കിൽ നമുക്ക് നിന്റെ ആംഗ്ലയെ വിളിച്ചു ചോദിക്കാം, അവനെ ഫോൺ ചെയ്ത് തരാൻ പറയുന്നു. സ്റ്റെഫിക്ക് എന്തായാലും താൻ പിടിക്കപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലായി. അതിനാൽ സ്റ്റെഫി പറഞ്ഞു, അവൻ ശരിക്കും ഞങ്ങളുടെ ബന്ധത്തിലുള്ളതൊന്നുമല്ല, ഞങ്ങൾ അവന് കുറച്ച് സ്വർണം കൊടുക്കാനുണ്ട്. അത് കേട്ട് മരിയാനോടെ കിളി പോയി. മരിയാന സ്റ്റെഫിയോട്, സ്വർണമോ, ഏത് സ്വർണം? അതിന് സ്റ്റെഫി, ഞാൻ ഇട്ടുകൊണ്ടുവന്ന സ്വർണത്തിന്റെ പകുതി അവന്റേതാണ്, അവൻ ആ ജുവലറിയുടെ ആളാണ്, കല്യാണത്തിന്റെ പിരിവ് വിചാരിച്ചതുപോലെ കിട്ടിയില്ല, കണക്ക് കഴിഞ്ഞ് ബാക്കിയുള്ള സ്വർണം അവൻ ഊരി കൊടുക്കേണ്ടതാണ്. അത് കേട്ട് മരിയാന്റെ സകല നിയന്ത്രണവും പോയി. മരിയാൻ സ്റ്റെഫിയോട്, നീയും നിന്റെ തള്ളയും ചേർന്ന് ഞങ്ങളെ അങ്ങ് പറ്റിക്കാമെന്ന് കരുതിയോ, വല്ലവനെയും പറ്റിച്ച പൊന്നും കൊണ്ടാണ് അവൾ വന്നിരിക്കുന്നത്. നാട്ടിൽ പെണ്ണുങ്ങളെ ഒരുപാട് കിട്ടുമടി, പൊന്നാണ് കിട്ടാത്തത്. എന്നാൽ മരിയാനോട് ബഹളം കേട്ട് മരിയാനോയുടെ അമ്മയും പെങ്ങളും അവിടേക്ക് ഓടി വരുന്നു. മരിയാനോയുടെ പെങ്ങൾ സ്റ്റെഫിയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. മരിയാനോയുടെ അമ്മ മരിയാനോട്, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, കിട്ടിയ സ്വർണം മുഴുവനും നമ്മുടെ കയ്യിൽ തന്നെ ഇല്ലേ. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ വെളുപ്പിന് 3 മണിക്ക് അജേഷ് മരിയാനോയെ കാണാൻ വന്നതായി കാണിക്കുന്നു. അജേഷ് മരിയാനോയോട് പറഞ്ഞു, മരിയാനോ നീ ഇതിൽ കക്ഷിയല്ല, നമ്മൾ തമ്മിൽ ശത്രുക്കളുമല്ല, പക്ഷെ നിന്റെ ഭാര്യ കക്ഷിയാണ്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. മരിയാനോ, എന്റെ മുതലാളിയുടെ മുമ്പിൽ ഞാനിപ്പോൾ കള്ളനാണ്, ജോലിക്ക് പോയിട്ട് കുറച്ചു ദിവസമായി, നീ വിചാരിച്ചാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം തീരും, നിനക്കിതിൽ ഇടപെടാൻ പറ്റുമോ? അതിന് മരിയാനോ, ഞാൻ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്, നീയല്ല പറഞ്ഞത് ഞാൻ ഇതിൽ കക്ഷിയല്ലെന്ന്, ഞാൻ ആകെ നടുക്കടലിലാണ്, എനിക്ക് എന്റെ ഇളയതിന്റെ കെട്ട് നടത്തണം, കെട്ടിച്ചു വിട്ട മൂത്തതിന്റെ ബാക്കി കൊടുക്കാനും കിടപ്പുണ്ട്, എനിക്കുമുണ്ട് കല്യാണം നടത്തിയതിന്റെ പേരിൽ കുറെ കടം, എല്ലാം ഇത് വെച്ച് വേണം തീർക്കാൻ, അതെടുത്ത് നിനക്ക് തന്നാൽ ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് ഇത് നടക്കത്തില്ല, നീ ഇവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്ക്. അതിന് അജേഷ്, ഞാൻ എവിടെ പോകാനാണ്, എന്റെ പൊന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്, അത് കിട്ടാതെ എനിക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയില്ല. അതിന് മരിയാനോ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ, അതെനിക്ക് സ്ത്രീധനം കിട്ടിയ മുതലാണ്. അതിന് അജേഷ്, അല്ല മരിയോ, അത് നിന്റെ ഭാര്യയും വീട്ടുകാരും കട്ടുകൊണ്ടുവന്ന മുതലാണ്, അതിൽ പങ്കുചേർന്ന നീയും കള്ളനാകും. അതിന് മരിയാനോ, ആരാടാ കള്ളൻ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാടാ. അതിന് അജേഷ്, അത് വിചാരിച്ചാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്, അതിനാൽ നിന്റെ അടുത്ത് നിന്ന് ഞാൻ കുറച്ച് നെറി പ്രതീക്ഷിച്ചു, അല്ലെങ്കിലും അധ്വാനിക്കുന്നവൻ എന്തിനാടാ സ്ത്രീധനം, അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റും, അല്ലാതെ പെണ്ണുമ്പിള്ളയുടെ സ്ത്രീധനം വെച്ച് കുടുംബം പോറ്റുന്നവൻ ആരാടാ. അത് കേട്ട് സകല നിയന്ത്രണവും പോയ മരിയാനോ തന്റെ കയ്യിലിരുന്ന പിച്ചാത്തി കൊണ്ട് അജേഷിന്റെ വയറ്റിൽ കുത്തിയിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ
സീൻ കട്ടായി അടുത്ത സീനിൽ മരിയാനോ വള്ളത്തിൽ വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു. മരിയാനോയെയും കാത്ത് സ്റ്റെഫി വാതിക്കൽ തന്നെ ഉണ്ടായിരുന്നു. വീടിനടുത്തെത്തിയ മരിയാനോ വള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അജേഷിനെ കുത്തിയ തന്റെ പിച്ചാത്തിയിലെ ചോര ആ വെള്ളത്തിൽ തന്നെ കഴുകി കളയുന്നു. നമ്മുടെ സ്റ്റെഫി അത് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ട സ്റ്റെഫിക്ക് താൻ എന്തോ ഒരു വലിയ പാപം ചെയ്തതുപോലെ തോന്നി. അതിനാൽ തന്നെ സ്റ്റെഫി തന്റെ ചേട്ടൻ ബ്രൂണോയെ ഫോൺ ചെയ്ത് മരിയാനോ അജേഷിനെ കുത്തിയ കാര്യം പറയുന്നു. അത് കേട്ട ബ്രൂണോ കുത്തിയോ, എന്നിട്ട് അജേഷ് ഇപ്പോൾ എവിടെയുണ്ട്? അതിന് സ്റ്റെഫി അതെനിക്കറിയില്ല ചേട്ടാ, ചേട്ടന് നാളെ ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? അതിന് ബ്രൂണോ ഞാൻ നാളെ വരാം മോളെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം ബ്രൂണോ സ്റ്റെഫിയുടെ അടുത്ത് വന്നതായി കാണിക്കുന്നു. ബ്രൂണോ മരിയാനോട് അളിയോ ഞാൻ സ്റ്റെഫിയെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്, അമ്മയ്ക്ക് തീരെ സുഖമില്ല. അത് കേട്ട മരിയാൻ സ്റ്റെഫിയെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവളുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണമെല്ലാം ഊരി വാങ്ങിക്കുന്നു. എന്നിട്ട് പോയിക്കോളാൻ പറയുന്നു. എന്നാൽ സ്റ്റെഫിയും ബ്രൂണോയും ശരിക്കും പോയത് അവരുടെ അമ്മയെ കാണാനായിരുന്നില്ല, അജേഷിന്റെ അമ്മയെ കാണുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അജേഷ് ഒരു പാവപ്പെട്ട വീട്ടിലാണെന്നും അജേഷിന്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണെന്നും അജേഷിന്റെ അമ്മയും പെങ്ങളും ഇപ്പോൾ അവിടെയുള്ള ഒരു കട്ടക്കളത്തിൽ ജോലി ചെയ്യുകയാണെന്നും അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ അജേഷിന്റെ അമ്മയുടെ അടുത്തെത്തി. എന്നിട്ട് അമ്മയോട് അജേഷിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അതിന് അജേഷിന്റെ അമ്മ അവൻ കഴിഞ്ഞ ആഴ്ച കല്യാണത്തിന് പോയതാണ്, 2 ദിവസമായിട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല, നിങ്ങളെങ്ങാനും അജേഷിനെ കാണുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ എന്ന് പറയുന്നു. അതും കൂടി അറിഞ്ഞപ്പോൾ സ്റ്റെഫിയുടെ കുറ്റബോധം കൂടാൻ തുടങ്ങി. അങ്ങനെ അവർ അറിയാവുന്നിടത്തെല്ലാം തിരക്കിയെങ്കിലും അജേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ 2 ദിവസത്തിന് ശേഷം സ്റ്റെഫി തിരികെ മരിയാന്റെ വീട്ടിലെത്തി. പിന്നീടുള്ള സ്റ്റെഫിയുടെ ലക്ഷ്യം അജേഷിന്റെ സ്വർണം എങ്ങനെയെങ്കിലും അജേഷിന് തിരികെ കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെ സ്റ്റെഫി ആ അവസരത്തിനായി കാത്തിരുന്നു. അപ്പോഴാണ് അവരുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു ദിവസം മരിയാനയുടെ അമ്മയും പെങ്ങളും കല്യാണത്തിന് പോയ സമയം നോക്കി സ്റ്റെഫി അജേഷിന് കൊടുക്കാനുള്ള സ്വർണവുമായി നേരെ അജേഷിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി. എന്നാൽ സ്റ്റെഫിയെ തിരിച്ചറിഞ്ഞ മരിയാനോയുടെ കൂട്ടുകാരൻ മരിയാനോയെ വിവരം അറിയിച്ചു. അങ്ങനെ മരിയാനോ അവിടെ എത്തി സ്റ്റെഫിയെയും സ്വർണവും തിരികെ വീട്ടിലെത്തിച്ചു. എന്നിട്ട് സ്റ്റെഫിയോട് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, അതായിരിക്കും നിനക്ക് നല്ലതെന്നും പറഞ്ഞ് മരിയാനോ തിരികെ പള്ളി മൈതാനത്തേക്ക് പോകുന്നു. എന്നാൽ അവിടെ മരിയാനോയെയും കാത്ത് നമ്മുടെ അജേഷ് നിൽപ്പുണ്ടായിരുന്നു. അജേഷിനെ കണ്ട മരിയാനോ നീ ചത്തില്ലായിരുന്നോടാ? അതിന് അജേഷ് അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ലടാ. അതിന് മരിയാനോ അത് ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി കുത്തിയതല്ലടാ, വേണ്ടി വന്നാൽ ഞാൻ ഇനി അത് ചെയ്യും. അതിന് അജേഷ് പക്ഷേ നീ ഇനി എന്നെ കുത്തുമ്പോൾ ഞാൻ ചത്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ തിരികെ പോകാവൂ, ഇല്ല എങ്കിൽ ഞാൻ വീണ്ടും തിരികെ വരും എന്റെ പൊന്ന് ചോദിക്കാൻ. നമ്മുടെ അജേഷും മരിയാനോയും തമ്മിലുള്ള സംസാരം സ്റ്റെഫി കാണുന്നുണ്ടായിരുന്നു. അജേഷിനെ കണ്ട സ്റ്റെഫിക്ക് എന്തോ ഒരു പുതിയ ജീവൻ വന്നതുപോലെയായിരുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ സ്റ്റെഫി അജേഷിനെ കാണാൻ വന്നതായി കാണിക്കുന്നു. സ്റ്റെഫി അജേഷിനോട് പറഞ്ഞു ക്ഷമിക്കണം, മരിയാനോ നിന്നോട് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം. അതിന് അജേഷ് സാരമില്ല, ഇതെല്ലാം ഈ ജോലിയിലുള്ളതാണ്, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിന് സ്റ്റെഫി നിന്നെ അന്വേഷിച്ച് ഞാൻ നിന്റെ വീട്ടിൽ വന്നായിരുന്നു, നിന്റെ സ്വർണം എന്റെ റൂമിലാണുള്ളത്, അതിന്റെ താക്കോല് മരിയാനോ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിന് അജേഷ് മോഷ്ടിച്ചു കൊണ്ടുപോകാനാണെങ്കിൽ എനിക്ക് എന്നെ എടുക്കാമായിരുന്നു. അതിന് സ്റ്റെഫി അതൊന്നും എനിക്കറിയില്ല, ഇല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്, മരിയാനോയുടെ പെങ്ങൾക്ക് നിന്നെ ഒരു നോട്ടമുണ്ട്, നീ തല നീട്ടിക്കൊടുത്താൽ മരിയാനോ ആ 12 പവൻ നിനക്കെടുത്തു തരും. അതിന് അജേഷ് നിന്റെ ആങ്ങളെ എടുത്ത് നിപ്പില്ലേ ആ ബ്രൂണോ, അവനോട് പറ അവൾക്ക് തല നീട്ടിക്കൊടുക്കാൻ, എന്നിട്ട് ആ പൊന്നെടുത്ത് എന്റെ കടം വീട്ടാൻ. അതിന് സ്റ്റെഫി അതിന് അവള് സമ്മതിക്കണ്ടേ, നീ മരിയാനോയെ സൂക്ഷിക്കണം, നീ വിചാരിച്ചതിനും അപ്പുറമാണ് മരിയാനോ. അതിന് അജേഷ് ഞാനല്ല നീയാണ് സൂക്ഷിക്കേണ്ടത്, നീയല്ലേ അവന്റെ കൂടെ പൊറുക്കേണ്ടത്. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ അന്ന് രാത്രി മരിയാനോയുടെ വീട്ടിലുള്ള എല്ലാവരും പെരുന്നാളിന് പോകാൻ തുടങ്ങുന്നതായി കാണിക്കുന്നു. ഒപ്പം നമ്മുടെ സ്റ്റെഫിയും ഉണ്ടായിരുന്നു. മരിയാന സ്റ്റെഫിയോട് സ്വർണം മുഴുവൻ എടുത്തിടാൻ പറയുന്നു. എന്നാൽ നമ്മുടെ സ്റ്റെഫി അതിൽ നിന്നും 13 പവൻ എടുത്തിട്ടതിനു ശേഷം ഇത് ഞാൻ ഇടത്തില്ല, അവനെ പറ്റിച്ച പൊന്നാണിത്, ഇപ്പോ ഇതിൽ ചോരയും മണക്കുന്നുണ്ട്, എന്നെ കൊന്നാലും ഞാൻ ഇതിടില്ല. അതിന് മരിയാനോ നീ ഇത് ഇവിടെ ഈ അലമാരിയിൽ വെച്ചിട്ട് പോയാൽ അവൻ വന്നെടുത്തോളുമല്ലേ. അതിന് സ്റ്റെഫി അങ്ങനെ ഒളിച്ചും പാത്തുമൊന്നും വന്നെടുക്കുന്നവനല്ല അജേഷ്. അങ്ങനെ സീൻ കട്ടായി പള്ളിപ്പറമ്പ് കാണിക്കുന്നു. പള്ളിപ്പറമ്പിലെത്തിയ മരിയാനോയെ എല്ലാം കാത്ത് നമ്മുടെ അജേഷും ഉണ്ടായിരുന്നു. അജേഷിനെ കണ്ട മരിയാനോ പൊന്നു കൊണ്ടുപോകാൻ നിൽക്കുവാണോടാ എന്ന് ചോദിക്കുന്നു. അതിന് അജേഷ് ഓ അതിന് സമയമായിട്ടില്ല മരിയാനോ, ഇതിപ്പോൾ സ്റ്റെഫിയുടെ ദേഹത്താകെ 13 പവനല്ലേ ഉള്ളൂ, അപ്പോൾ എന്റെ സ്വർണം എവിടെയാ, വീട്ടിലാണോ? എന്തായാലും അതിന്ന് നീ നിന്റെ വീട്ടിൽ വെക്കില്ലെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്, അതിപ്പോൾ നിന്റെ മടിയിൽ തന്നെയുണ്ട്. എന്നിട്ട് അജേഷ് സ്റ്റെഫിയോട് പറഞ്ഞു സ്റ്റെഫി നീ പള്ളിപ്പറമ്പിൽ തന്നെ കാണണം, ഞാൻ വരും എന്റെ സ്വർണവുമായിട്ട്. പോകുന്നതിന് മുമ്പ് നിന്നോടൊന്ന് യാത്ര പറയണം. പള്ളിപ്പറമ്പിൽ വെച്ച് മരിയാനോ തന്റെ കൂട്ടുകാരോടെല്ലാം സ്റ്റെഫിയെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു. സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ഭാര്യയെ നോക്കുന്നവരാണല്ലോ ആണുങ്ങളിൽ ഭൂരിഭാഗവും. ഇതിപ്പോൾ ഭർത്താവിന്റെ സമ്മതവും കൂടെ കിട്ടിയതിനാൽ അവർക്കെല്ലാവർക്കും ഇരട്ടി സന്തോഷമായി. അതിനെന്താ മരിയാനോ, ഞങ്ങൾ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കും എന്നവർ പറഞ്ഞു. നമ്മുടെ മരിയാനോയുടെ നോട്ടം മുഴുവനും അജേഷിന്റെ മേലായിരുന്നു. എന്നാൽ കുറെ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അജേഷിനെ കാണാതായി. മരിയാനോ അവിടെ മുഴുവൻ തെരഞ്ഞെങ്കിലും അജേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മരിയാനോയുടെ ഫോണിൽ ഒരു കോൾ വരുന്നത്. മരിയാനോ ഫോൺ അറ്റൻഡ് ചെയ്തു. മരിയാനോയെ കോൾ ചെയ്ത
ചെയ്തത് നമ്മുടെ അജേഷ് ആയിരുന്നു. അജേഷ് മരിയാനോയോട് പറഞ്ഞു, അളിയന്റെ കയ്യിലിരിക്കുന്ന എന്റെ മുതലിന് എന്നാ വില വരുമായിരിക്കും? പവൻ ഒരു 60,000 വെച്ച് 12 പവന് 7,20,000 രൂപ. അതുപോട്ടെ, 1 കിലോ ചെമ്മീൻ എന്ത് വില വരും? ഞാൻ അന്വേഷിച്ചു. കിലോയ്ക്ക് 500 രൂപയെങ്കിലും വരും. അങ്ങനെ നോക്കിയാൽ അളിയന്റെ കെട്ടിലെ ചെമ്മീനെല്ലാം ചേർത്ത് ആകെ എന്ത് വില വരും? എന്റെ മുതലിന്റെ ഒരു 10 ഇരട്ടി വരുമായിരിക്കും അല്ലേ? ഞാനിപ്പോൾ അളിയന്റെ ചെമ്മീൻ കെട്ടിലുണ്ട്. 5 മിനിറ്റിനുള്ളിൽ അളിയൻ എന്റെ സ്വർണവുമായി ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ അവിടെയല്ല ഇവിടെയായിരിക്കും പൂരം. അളിയന്റെ കൊഞ്ചു മുഴുവനും കായലിലുണ്ടാകും. അത് കേട്ട് മരിയാന നേരെ തന്റെ ചെമ്മീൻ കെട്ടിലേക്ക് ചെല്ലുന്നു. നോക്കുമ്പോൾ അജേഷ് അവിടെ തന്റെ ചെമ്മീൻ കെട്ടിന്റെ ഷട്ടറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മരിയാനയെ കണ്ട അജേഷ് പറഞ്ഞു, ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഷട്ടർ പൊക്കിയാൽ നിന്റെ ചെമ്മീൻ മുഴുവനും അങ്ങ് കായലിൽ ചെല്ലും. അത് വേണ്ട എങ്കിൽ എന്റെ സ്വർണം എനിക്കിങ് താ. അത് കേട്ട് വേറെ വഴിയില്ലാതെ മരിയാനോ അജേഷിന്റെ സ്വർണം മുഴുവൻ അജേഷിനെ ഏൽപ്പിക്കുന്നു. സ്വർണം കൊടുത്തെങ്കിലും മരിയാനോ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെ നിന്ന് സ്വർണവുമായി പോകാൻ തുടങ്ങിയ അജേഷിനെ മരിയാനോ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടന്ന് പൊരിഞ്ഞ അടിയായി. അജേഷിന്റെ ഡബിൾ ഇരട്ടി ഉണ്ടായിരുന്നു മരിയാനോ. എങ്കിലും അജേഷ് മരിയാനയ്ക്കൊപ്പം കട്ടയ്ക്ക് തന്നെ നിന്നു. അങ്ങനെ കുറെ നേരത്തെ അടിക്ക് ശേഷം അജേഷ് മരിയാനോയെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീൻ ഇടയിലേക്ക് തള്ളിയിടുന്നു. മരിയാനോ ആണെങ്കിൽ റണ്ണിങ്ങിലായിരുന്ന ആ മെഷീൻ ഇടയിൽപ്പെട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുന്നു. അങ്ങനെ അജേഷ് തന്റെ സ്വർണവുമായി അവിടെ നിന്നും പോകുന്നു. എന്നാൽ അജേഷ് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് മരിയാനോയുടെ കൂട്ടുകാരായ കുറെ പേർ അജേഷിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ആ സമയം അവിടേക്ക് നമ്മുടെ ബ്രൂണോ വരുന്നു. എന്നിട്ട് അജേഷിനോട് പറഞ്ഞു, എടാ നീ വേഗം ഇവിടെ നിന്നും പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇതുവരെ പോരാടിയിട്ടില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാനൊന്ന് പോരാടി നോക്കട്ടെ. അങ്ങനെ അജേഷ് അവിടെ നിന്നും നേരെ പോയത് പള്ളിപ്പറമ്പിലേക്കായിരുന്നു. എന്നാൽ പെരുന്നാളെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോയിരുന്നു, ഒരാളൊഴികെ. അതെ, അജേഷിനെയും കാത്ത് സ്റ്റെഫി ആ പള്ളിപ്പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റെഫിയെ കണ്ട അജേഷിന്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷം തുളുമ്പുന്നുണ്ടായിരുന്നു. അതേ സന്തോഷം നമ്മുടെ സ്റ്റെഫിയിലും കാണാമായിരുന്നു. അജേഷ് സ്റ്റെഫിയോട്, ഞാൻ വിചാരിച്ചില്ല നീ എന്നെ കാത്തു നിൽക്കുമെന്ന്. അതിന് സ്റ്റെഫി, നീ ചത്തോ ഇല്ലയോ എന്ന് അറിയാൻ നിന്നതാണ്. അതിന് അജേഷ്, ഞാൻ ചത്താൽ നിനക്കെന്താ? എന്നാൽ അതിനുള്ള ഉത്തരം സ്റ്റെഫിയുടെ കയ്യിലില്ലായിരുന്നു. അജേഷ് മരിയാനോയുടെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണം എടുത്ത് സ്റ്റെഫിയെ കാണിക്കുന്നു. എന്നിട്ട് സ്റ്റെഫിയോട് ചോദിച്ചു, ഇതില്ല എങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടിയാകുമെന്നല്ലേ നീ പറഞ്ഞത്? ഇനി നീ എങ്ങനെ ഇവിടെ ജീവിക്കും? അതിന് സ്റ്റെഫി, അതിന് ഞാനിനി ഇവിടെ ജീവിക്കുന്നില്ലല്ലോ. അതിന് അജേഷ്, പിന്നെ നീ എവിടേക്ക് പോകുവാണ്? അതിന് സ്റ്റെഫി, അത് നീ അറിയേണ്ട ആവശ്യമില്ല. അതിന് അജേഷ്, അതിന് നീ ഇവിടെ നിന്ന് ആദ്യം പോകണ്ടേ? കൊല്ലത്തേക്കാണെങ്കിൽ വരൂ, ഞാൻ അവിടേക്കാണ്. അങ്ങനെ അവർ രണ്ടുപേരും വള്ളത്തിൽ അവിടെ നിന്നും പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.